ദില്ലിയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് BJP ശ്രമം. MLA-മാർക്ക് വാഗ്ദാനവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഒരു നമ്പറിൽ നിന്നാണ് MLA-മാർക്ക് ഫോൺ വന്നത്. നമ്പർ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കൾ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഇപ്പോൾ ജയിലിലാണ്. പുതിയ മുഖ്യമന്ത്രിയെ പോലും നിശ്ചയിക്കാൻ കഴിയുന്ന സീനിയോറിറ്റിയുള്ള മറ്റ് നേതാക്കൾ ആ പാർട്ടിയിലില്ല. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ആം ആദ്മി പാർട്ടിക്ക് കൺവീനർ മാത്രമാണുള്ളത്, മറ്റ് ഭാരവാഹികളില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് നേതാക്കളുടെ ജയിൽവാസത്തിനിടെ ഇപ്പോൾ BJP ഓപ്പറേഷൻ താമര നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണോ കരുതേണ്ടത്? നികേഷ്, അങ്ങനെ തന്നെയാണ്. BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമായും പഞ്ചാബിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. പ്രത്യേകിച്ച് പഞ്ചാബിൽ ഇന്നലെ സിറ്റിംഗ് MLA-യും അതോടൊപ്പം തന്നെ MP-യും അടക്കം ഈ BJP-യിൽ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. പണവും അതോടൊപ്പം മറ്റ് അധികാരങ്ങളും പദവികളും നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ട് ആളുകളെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ് എന്നാണ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആം ആദ്മി നേതാക്കളെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയാണ് BJP. ഒരു നമ്പറിൽ നിന്ന് ഉൾപ്പെടെയാണ്, ഒറ്റ നമ്പറിൽ നിന്നാണ് ഈ ബന്ധപ്പെടൽ ഉണ്ടാകുന്നത് എന്നാണ് ഇതിൽ ആം ആദ്മി നേതാക്കൾ ആരോപിക്കുന്നത്. ആ നമ്പർ ഉൾപ്പെടെയാണ് ഇന്നിപ്പോൾ ദില്ലി മന്ത്രി സൗരഭ് ഭരദ്വാജ് പുറത്തേക്ക് വിട്ടു. അത്തരത്തിൽ കേജ്രിവാളിനെ അകത്താക്കിക്കൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും ദില്ലിയിലും അധികാരം പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ BJPക്ക് അറിയാം ഈ രണ്ട് മണ്ഡലങ്ങളിലും രണ്ട് സംസ്ഥാനങ്ങളിലും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ താമര നടപ്പായിക്കൊണ്ട് സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിൽ എത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ ഒരു ഗുരുതര ആരോപണമായി ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. പല MLA-മാരും ഇത്തരത്തിൽ തങ്ങളെ ബന്ധപ്പെട്ടതായി വ്യക്തമാക്കി കഴിഞ്ഞു എന്നും നേതാക്കൾ പറയുകയാണ്. നികേഷ്, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.